ഏറ്റവും സുപരിചിതയായ വി എന്ന് പറഞ്ഞാൽ വിശ്വാസം, വിനോദം അല്ലെ, എല്ലാം ചേർന്നിട്ടുള്ള ഈ സമീപകാലത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരെ വനിതയായിട്ട് ഇവിടെ പല കാര്യങ്ങളിലും ഇടപെട്ട് നിൽക്കുക. കാര്യം ഞാനൊരു രാഷ്ട്രീയമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പം ഈ സമീപകാലത്ത് ചെയ്ത പല പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് നമ്മളുടെ എല്ലാം ഒരു വാർഡാണ് നമ്മൾ അത് തീർത്തെങ്കിൽ ആ വാർഡിലെ ഭരണാധികാരി എന്ന് പറയുന്നത് ആ വാർഡിൽ നമ്മൾ ഈ സ്ഥാപനം നിലനിൽക്കുന്ന ഈ വാർഡിന്റെ ഭരണാധികാരിയെ പഞ്ചായത്ത് മെമ്പറിന് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിക്കും. നമസ്തേ. ആദ്യമായിട്ട് റോയൽ ചിൽഡ്രൻസ് അക്കാഡമിയുടെ ആരംഭകാലം ഇപ്പം 5ാം വർഷമാണ്. ഈ 5 വർഷകാലങ്ങളായിട്ട് ഞാൻ ഇവിടെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഫംഗ്ഷനുകളിലും എന്നെ ഉൾപ്പെടുത്തി ഞാൻ ചില ഫംഗ്ഷനുകളിൽ എത്താൻ സാധിച്ചിട്ടില്ല. ചില പ്രശ്നങ്ങൾ കാരണം എത്താൻ പറ്റാത്തതാണ്. എൻ്റെ പേര് വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെക്കാൻ പറയും. ചില പ്രോഗ്രാമുകളിൽ എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും നമ്മുടെ വാർഡിൽ ഇങ്ങനെ ഒരു സ്കൂള് നല്ലൊരു ടീച്ചറും നമ്മുടെ അക്കാഡമിയുടെ പ്രിൻസിപ്പളായ നസീർ സാറ്, പിന്നെ നമ്മുടെ റെസിഡൻസിയുടെ പിന്തുണയും ഇതിലുണ്ട്. നമ്മുടെ ഹൗസും ബോർഡ് റെസിഡൻസിയുടെ പിന്തുണ ഉണ്ടെന്ന് പറയാനായിട്ട് നമ്മുടെ പ്രസിഡന്റ് ഗംഗാധര സാറും ഭദ്രൻ ചേട്ടനും ഇതിലെ എല്ലാ പരിപാടിക്കും പങ്കെടുത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. കാര്യം നമ്മുടെ വാർഡിൽ നല്ലൊരു പ്രൈവറ്റ് സ്കൂൾ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അംഗൻവാടിയിൽ നിന്ന് ഒരു കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. അതിലും വളരെ സന്തോഷം. നമ്മുടെ വാർഡിൽ തന്നെ നമ്മുടെ ഈ അക്കാഡമിയെ ബഹുമാനിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അംഗൻവാടി പഠിച്ചത് കഴിഞ്ഞ വർഷം യാത്രയപ്പൊക്കെ നടത്തിയ കുട്ടിയാണ്. അപ്പോൾ അവളിവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കൾ ആരും പുതു ക്ലാസ്സിൽ വരുന്നതിൻ്റെ ഒരു കരച്ചിലോ വിളിയോ ഒന്നുമില്ല. എല്ലാവരും ഹാപ്പിയാണ്. അവർക്ക് പുതു കൂട്ടുകാരെ കണ്ടപ്പോഴുള്ള ഹാപ്പിയാണ്. ഇവിടെ ഒരു കുഞ്ഞുമോ എല്ലാവരെയും ചെന്ന് താത്താനും ചേച്ചിനും ഒക്കെ വിളിച്ചുകൊണ്ട് എല്ലാവരെയും ചെന്ന് തൊട്ട് പിടിച്ചൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ വളരെ മനസ്സിന് സന്തോഷം ഉള്ളതായിട്ട് തോന്നുന്നു. തോന്നുന്ന സന്തോഷം, മനസ്സ് നിറഞ്ഞ സന്തോഷമാണ്. കാര്യം കുഞ്ഞുമക്കൾ ഇത്രയും ഹാപ്പി ആയിട്ട് നമ്മുടെ അക്കാഡമിയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തന്നെയാണ്. അപ്പോൾ ഈ കുഞ്ഞുമക്കൾ വളർന്ന് വലുതായി അവർ നല്ല രംഗത്തേക്ക് വരട്ടെ. പൊതുരംഗത്തും കായിക രംഗത്തും എല്ലാ രംഗത്തും വന്ന് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഏതൊരു സ്ഥാപനവും ഏതൊരു വേദിയിലും ഒരു തലമുതിർന്ന ഒരാള് ഒരു വിളക്ക് പോലെ ആദ്യ അവസാനം കത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ. അതാണ് എല്ലാവരുടെയും നാവിൽ നിന്ന് ആ രീതികളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ബഹുമാന്യനായിട്ടുള്ള ശ്രീ ഗംഗാധരൻ സാർ 2 വാക്കി കുഞ്ഞുങ്ങളോട് സംസാരിക്കും. ഇപ്പോ ഇവിടെ മുതിർന്ന ഒരു പൗരനായിരിക്കും, ചിലപ്പോൾ 82 വയസ്സായി. അപ്പൊ ഈ ആരോഗ്യം ഇന്നുള്ള കുട്ടികൾക്ക് കിട്ടുമെന്നുള്ളതാണ് എനിക്കൊരു സംശയം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കൊടുക്കുന്ന പാലും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടിയും അതും ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്താണ് ഉള്ള കുട്ടികളെ വളർത്തുന്നത്. പണ്ടത്തെ കാലത്ത് ഈ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അമ്മയുടെ പാൽ കുടിക്ക് ഒരു 4-5 വയസ്സ് വരെയൊക്കെ പാൽ കുടിച്ച കേന്ദ്രമുണ്ട്. ഇപ്പം മിക്കവാറും 1 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ പാലുകൂടി നിൽക്കും. പിന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പാൽപ്പൊടി വാങ്ങിച്ചിട്ട് കലക്കി കൊടുക്കാനാണ് പരിപാടി. അപ്പോൾ ഈ 82 വയസ്സ് വരെ ജീവിച്ചിരുന്ന എൻ്റെ ഒരു കാര്യത്തില് ആഹാരം, അതുപോലെ തന്നെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അരിയാക്കി അതിൻ്റെ ഭക്ഷണമാണ് കൂടുതൽ കഴിച്ചത്. അപ്പൊ ഈ രീതിയിലുള്ള കാലമൊക്കെ പോയി
ഇപ്പം ഒരു കുടുംബത്തില് 1 അല്ലെങ്കിൽ 2 അതിൽ കൂടുതൽ ആളുകളില്ല. അപ്പൊ ഇവർക്കൊന്ന് ഒത്തുകൂടാനുള്ള അവസരം എന്ന് പറയുന്നത് ഇപ്പൊ ഇല്ല. അച്ഛനും അമ്മയ്ക്കും ജോലി കാണും. എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിട്ട്, കുട്ടികളെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് അവർക്ക് അവരവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലേക്ക് പോകണം. വന്നിട്ട് നല്ല പാട്ടുകൾ പാടുക, ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എങ്കിൽ ഈ അച്ഛനമ്മമാർക്ക് കുട്ടികളുമായി കൂടുതൽ സമയം മിങ്കിൾ ചെയ്ത് അവർക്ക് വേണ്ടുന്നുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കാൻ ഇന്നത്തെ രക്ഷകർത്താക്കൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഇതുണ്ട്. അപ്പൊ ഇപ്പൊ എങ്ങനെയെങ്കിലും കുട്ടിയെ കൊണ്ട് കാലത്തെ നഴ്സറിയിലോ അല്ലെങ്കിൽ മറ്റിടത്തോ ഇതുപോലെയുള്ളിടത്തൊക്കെ ആക്കിയിട്ട് അവർക്ക് അവരുടേതായ രണ്ടും. അപ്പൊ എല്ലാവരും വേറൊരു ചോദ്യമാണ് സാറേ, നമ്മൾ ഈ അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എത്തുണ്ട് എന്നുള്ളത് നമ്മളെ ഇവര് ആ പാട്ടറിയാമോ? പാട്ടറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അമ്പിളി അമ്മാവ കുഞ്ഞിന് തീറ്റ കൊടുക്കാം കുഞ്ഞുകിടന്ന് കരയുടെ കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ എന്നോട് കയ്യിൽ നെയ്യപ്പം ഇല്ലതല്ല നെയ്യപ്പം അയ്യോ കാതെ പറ്റിക്കോ. നമ്മുടെ മലയാളിയുടെ നാവിൻ തുമ്പത്ത്, പ്രത്യേകിച്ചും വിദ്യാർത്ഥിയിലേക്ക് സ്കൂൾ ഓപ്പണിങ്ങിനൊക്കെ ഇരുന്നത് ആ പാട്ട് എഴുതിയതാരാണ്? ആരെങ്കിലും വേറെ പറഞ്ഞാൽ മതി. ഏറ്റവും ചെറുതെങ്കിൽ ഈ സമ്മാനം ഇതൊക്കെ നമ്മൾ സുഹൃത്തുക്കളിലാണ്. ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട സംഗതിയാണ്. ഒറ്റപ്പാട്ടിൽ നാരായണ വേലിക്കുറിപ്പ് എന്ന ONV കുറിപ്പ് എഴുതി സുരേന്ദ്രനാമ പാടിയതാണ് നമ്മളൊക്കെ കേട്ട നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മറന്നുകൊണ്ടിരിക്കുന്ന പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഇംഗ്ലീഷ് വാക്കാണ്. ഇത് പേരില് ടണ്ണ് കണക്കിനുണ്ട്. ടണ്ണ് വെയിറ്റ് വളരെ കുറവായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഇതിൽ തൊടാതെ ഇന്ന് ഇവിടെ വന്നു കാണാൻ ഒന്നും സാധ്യതയില്ല. ഭയങ്കര വെയിറ്റ് ആയിട്ടാണെങ്കിൽ ടണ്ണ് കണക്കിന് വെയിറ്റ്, പക്ഷെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും വളരെ ഭാരം കുറവായിരിക്കും. ഇതൊരു ഇംഗ്ലീഷ് പേരാണ്. ദേഹത്ത് ഈ സാധനമുണ്ട്. ഇപ്പോഴും ഈ പൗഡറിലൊക്കെ ടണ്ണ് പേരിൽ ടണ്ണ് കണക്കിലില്ല, ഷർട്ടിലുള്ളതാണ്. ദേഹത്ത് തന്നെ ഉണ്ട്. മോൻ ഇപ്പൊ അത് പിടിച്ചോണ്ടിരിക്കുകയാണ്. ബട്ടൺസ് ഒന്ന് കൈയടിച്ചു ഒരു സമ്മാനം എന്താ അച്ഛൻ തന്നെ ഈ മോനൊന്ന് കൊടുത്തേ. ഒന്ന് കൈയടിച്ചു കൊടുക്കണം കേട്ടാ. ഞാൻ പറയാനുള്ളൊരു കാര്യം, നമുക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരാം. നമുക്ക് ഇപ്പൊ ശരി, ഈ ചോദ്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാതെ പോണ കാര്യങ്ങളാണ് നമ്മൾ വിട്ടുപോകുന്നത്. നമ്മളെ കൊച്ചുങ്ങളെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ശർമ്മലത്ത പഠിപ്പിക്കും. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഞാൻ സുവോളജിയാണ് പഠിച്ചത്. സുവോളജിയിൽ എന്നെ കമാൽ എന്ന് പറയുന്ന സാർ എന്നെ പഠിപ്പിച്ച ട്രിപ്പനോസോമ ഗാംബിയൻസിയ ഫാസിയോള ഹെപ്പാറ്റിക്ക എന്ന് പറയുന്ന 2 വാക്കുണ്ട്. എന്റെ ജീവിതത്തിൽ അത് എന്തിനെന്ന് എനിക്ക് ഇതുവരെയും 100 രൂപ നോട്ട് ഇപ്പൊ കയ്യിലുള്ള ആരുണ്ട്? ഇംഗ്ലീഷ് ധാരാളം മനസ്സിലായല്ലോ. അധികാരത്തിന്റെ വരൂ, ഒന്ന് വന്നോ, കുഞ്ഞിനെ കൊണ്ട് ഒന്ന് വന്നേ. വരില്ല. അപ്പൊ ഒരു കാര്യം, അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? 15 ഭാഷ അതിനകത്ത് എഴുതിയ ശേഷം 2 ഇംഗ്ലീഷിലും ഹിന്ദിയിലും പുറത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും ഹിന്ദിയുമായിട്ട് രൂപസാദൃശ്യം തോന്നുന്ന ഭാഷ യഥാർത്ഥത്തിൽ അത് ഹിന്ദി അല്ല. ഹിന്ദിയും ഇതുമാണ്. നല്ല തൊലിക്കറ്റിയാണ്. അതുകൊണ്ട് തന്നെ എവിടെയും വന്ന് നമ്മളോടൊപ്പം ഈ പറഞ്ഞ അവതാരകരോടൊപ്പം പാരന്റ്സിനെ ഞാൻ വിളിക്കുന്നുണ്ട്. രഞ്ജി പഠിക്കേണ്ടതായിട്ടുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് എന്താ?
ഇവിടെ ഹിദായത്ത് ഏട്ടൻ ഒരു ടങ് ട്വിസ്റ്റർ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കുന്നതാണ്. പക്ഷെ എനിക്കത് നേരെ ഒരു തവണ പോലും പറയാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആശംസയും പറഞ്ഞ് തിരിച്ചു വന്നു. ഈ ഒരു ഓപ്പണിംഗ് സെറമണിയിലേക്ക് ഷർമിള ടീച്ചർ എന്നെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. എന്നെ BEdന് പഠിപ്പിച്ച ടീച്ചറാണ് ഷർമിള ടീച്ചർ. ഇക്ബാൽ ട്രെയിനിങ് കോളേജിൽ 2013-2014 ബാച്ചായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ഒരുപാട് സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇക്ബാൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടീച്ചറിനോടൊപ്പം തന്നെ ജാമിയ ട്രെയിനിങ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമേ പറയാനുള്ളത് എൻ്റെ ഒരു മെന്ററും സപ്പോർട്ടും ആയിരുന്നത് ടീച്ചർ തന്നെയാണ്. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇക്ബാലിലാണ് ഞാൻ ഫുള്ളും പഠിച്ചത്. അപ്പോൾ ഇക്ബാൽ കോളേജിൽ വെച്ച് ടീച്ചർ പറയായിരുന്നു പഠിക്കാൻ ഒരിക്കലും ഒരിടത്തും വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത് എന്നുള്ള ആ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അന്നേ ആയിരുന്നു ടീച്ചർ. എപ്പോഴും എല്ലാ കുട്ടികളെയും നമുക്ക് എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ വിഷമത്തിലായിരിക്കുമ്പോൾ പെട്ടെന്ന് ടീച്ചർ അത് മനസ്സിലാക്കുന്ന ഒരു അധ്യാപികയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ടീച്ചർ നല്ല സപ്പോർട്ട് ചെയ്തു, നല്ല രീതിയിൽ ഞങ്ങളെ ട്രെയിൻ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ BEdന്റെ സമയത്ത് അന്നത്തെ യൂണിവേഴ്സിറ്റിയിൽ 3ാമത്തെ റാങ്ക് നേടാനായിട്ട് സാധിച്ചു BEdന്. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം. ടീച്ചറിനോടൊപ്പം തന്നെ ഇപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു. അതും ടീച്ചർ തന്നെയാണ് അവിടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നപ്പോൾ എന്നെ അറിയിച്ചതും എനിക്ക് അവിടെ ഇന്റർവ്യൂവിന് പോകാനും പറ്റിയത്. അപ്പൊ അതിൽ ഒരുപാട് ടീച്ചറിന്റെ നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. പിന്നെ ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിങ്ങളുടെ കുട്ടികളായിരിക്കുന്നതെന്ന് ഞാൻ 100% ഉറപ്പിച്ച് പറയാണ്. കാരണം ഈ കുഞ്ഞു മക്കളെ ഓർത്താണ് ടീച്ചർ ആ കോളേജിൽ ഇരിക്കുമ്പോഴും മനസ്സിൽ ഈ കുട്ടികളെ കുറിച്ചാണ് അവരെ എന്ത് ചെയ്തു. എപ്പോഴും ഇവിടുത്തെ ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ചെയ്യാറുണ്ട്. വാൻ വന്നോ, കുട്ടികളെ കയറ്റിയോ എത്തിയോ എന്നുള്ള തൊട്ട് എല്ലാ കാര്യങ്ങളും കുട്ടികൾ പഠിക്കുന്നത് ടീച്ചർ തന്നെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സ്ഥാപനത്തിലാണ് നിങ്ങളുടെ കുട്ടികളായിരിക്കുന്നത്. അത് 100% ഉറപ്പിച്ച് പറയാം. അതോടൊപ്പം തന്നെ ടീച്ചർ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്താണ്, നമ്മുടെ കുട്ടികള് എല്ലാ പാരന്റ്സും ആഗ്രഹിക്കുന്നത് കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് വരണം, നല്ല കാര്യങ്ങൾ പഠിക്കണം. ഏറ്റവും അക്കാഡമിക്കായിട്ട് ഏറ്റവും ഉയരുന്നതിനോടൊപ്പം എന്താണ് ബാക്കി കലാപരമായും കായികപരമായ എല്ലാ വിഷയങ്ങളിലും ടീച്ചർ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഞാനൊരു സ്റ്റാറ്റസ് കണ്ട എന്താന്ന് വെച്ചാൽ ടീച്ചർ ഇങ്ങനെ ഒരു 25 ഇലകളുടെ പേര് ഒരു LKG സ്റ്റുഡന്റ് പറയുന്നതാണ്. അപ്പൊ എനിക്ക് പോലും, ഞാൻ ഒരു ബോട്ടണിക്കാരിയാണെങ്കിലും എനിക്ക് അറിയാത്ത ഇലകൾ വരെ ആ കുട്ടികൾ പറയുന്നുണ്ട്. കാരണം ഇതൊന്നും നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളല്ല, ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കാര്യങ്ങളും എത്രത്തോളം കുട്ടികൾക്ക് മാക്സിമം ഡെവലപ്മെന്റ് വരുത്താൻ സാധിക്കും അതെല്ലാം ടീച്ചർ മാക്സിമം കുട്ടികൾക്ക് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾ, അതിന്റെ തലസ്ഥാനങ്ങൾ, അതിൽ സംസാരിക്കുന്ന ഭാഷകൾ, അങ്ങനെ PSCക്ക് പഠിക്കുന്ന കാര്യങ്ങൾ വരെ കുട്ടികൾ ഈ ഒരു ചെറുപ്രായം തൊട്ടേ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വരികയാണ്. അപ്പൊ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ കുട്ടികളിലുള്ള ആ ഒരു കഴിവ്, എബിലിറ്റീസ് വളർത്തിക്കൊണ്ടുവരാനും ഇനി അവർ ഹയർ ക്ലാസ്സിൽ പോകുമ്പോൾ ഇതിന്റെ ആ ഒരു നല്ലൊരു ബേസിക് ഇവിടെ നിന്ന് എന്തായാലും കിട്ടും. ഇനി ഞാൻ ഈ സ്ഥാപനത്തിന്റെ എല്ലാ വളർച്ചയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പം ഗ്രേഡ് 3 വരെയാണ് ഇവിടെ ഉള്ളത്. ഇതൊരു ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ആക്കാൻ ടീച്ചറിന്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണത്. അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പാരൻസിനും അതുപോലെ തന്നെ അധ്യാപകരുണ്ട്, വിശിഷ്ട അതിഥികൾ, എല്ലാവർക്കും ഞാൻ നന്ദിയും കൂടി അറിയിക്കുകയാണ്. എനിക്ക് ഒരു അവസരം തന്ന ടീച്ചറിന് നന്ദി അറിയിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ എല്ലാ ഉയർച്ചകൾക്കും ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ല രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അവൻ LKGയിലോട്ട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. അപ്പൊ മോൻ അല്ലു. അപ്പൊ ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഏതാണ്? 2 വീലറിന്റെ ഒരു 7 ഭാഗങ്ങളുടെ പേര് മലയാളത്തിൽ പറയണം. മലയാളം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ചക്രം മണി
ഇരിപ്പിടം. ഇരിപ്പിടം 5 ഓ തന്നെ ഇന്ന എല്ലാ ചവിട്ടുന്ന സാധനം, പ്രകാശിക്കുന്ന സാധനം. ഇന്ധനം. ഇന്ധനം ഇല്ല. അല്ല ഈ ഇന്ധനം ഇല്ലെന്നാണ് പറഞ്ഞത്. പെൻസിൽ ഒന്ന് കൈയടിച്ചു കൊടുക്കും. ഈ ഞാനേ പുതിയതായിട്ട് ഇവിടെ അഡ്മിഷൻ ആക്കിയത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് തുടർന്ന് അവൻ ഇവിടെ തന്നെ പഠിപ്പിക്കണമെന്നും ഒരുപാട് കുട്ടികൾ വന്ന് ടീച്ചറിന്റെ ആഗ്രഹം പോലെ സ്വപ്നം പോലെ വലുതായി കാണണമെന്ന് നമുക്ക് ഒരുപാട് പേരൻസിന് അതേപോലെ സെയിം ആഗ്രഹമുണ്ട്. എന്നുള്ള ഒരു സ്കൂൾ എന്നുള്ളതല്ലാതെ ഇതിനെ നമുക്കൊരു വീട് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാര്യം എന്താ വെച്ചാൽ അമ്മ 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 അങ്ങനെയൊക്കെ എല്ലാം കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള കെയർ അറ്റൻഷൻ ഒക്കെ കിട്ടുന്ന പാമ്പറിങ് എല്ലാം കിട്ടുന്ന ഒരു സ്കൂളാണ്. ഞാൻ എൻ്റെ മൂത്ത മോനെ വേറൊരു പ്രൈവറ്റ് സ്കൂളിൽ തന്നെ ആക്കിയിരുന്ന ഒരു പാരൻ്റാണ്. പക്ഷെ എനിക്ക് അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. എനിക്ക് പുറത്തുള്ള ഒരു സ്കൂളിനെയോ വേറൊരു പാരന്റിനെയോ വേറൊരു സ്റ്റുഡൻറ്റിനെയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മോന് അത്രയും നല്ല കെയറിങ് കിട്ടുന്നതല്ല, ബിഹേവിയർ ഒരുപാട് ചേഞ്ചസ് എല്ലാ കുട്ടികൾക്കും വരുന്നുണ്ട്. അതിൽ എനിക്ക് തന്നെ അനുഭവമായതാണ്. മാത്രമല്ല വേർഡ്സ് ആയാലും സംസാരിക്കാനായാലും അവർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡ്സ് എല്ലാം അവർ സംസാരത്തിൽ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്ത് അത് എവിടെയാണ് വാക്കുകൾ ഉപയോഗിക്കേണ്ടതെന്നും എല്ലാം അവർക്ക് അറിയാമെന്നുള്ള ഒരു രീതിയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഷെയറിങ് ഇതിങ്ങനെയൊക്കെ ഉള്ള മെൻ്റൽ ഹെൽത്തായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളും അവരെ ഇവിടെ പഠിപ്പിക്കുന്നതെന്നല്ല, അവരെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ അത് കൊണ്ടുവരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിങ്ങനെ നാൾ പ്രതി കൂടിക്കൊണ്ട് വരുമെന്നാണ് എൻ്റെ ഒരു ഇത് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രയും പേരില്ല. അതിങ്ങനെ ഓരോ വർഷം കഴിയുന്നതോറും ഇങ്ങനെ കുട്ടികളുടെ എണ്ണം എല്ലാം കൂടി നമ്മളെ സ്കൂൾ ഒരു വലിയ സ്കൂളായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. വന്ന എല്ലാ ആൾക്കാർക്കും നന്ദി, നമസ്കാരം. ഇവിടെ പഠിക്കുന്നുണ്ട്. മൂത്താൾ 2 സന ഫാത്തിമ, മോൻ LKG നാജ മുനീനുദ്ദി. നല്ല സ്കൂളാണ്. ടീച്ചേഴ്സും അതുപോലെ തന്നെയാണ്, നമ്മളൊപ്പം നിൽക്കുന്ന ടീച്ചേഴ്സാണ്. കുട്ടികൾക്ക് നല്ല മാറ്റമുണ്ട് ഈ സ്കൂളിൽ വന്നിട്ട്. സ്റ്റാമ്പില് കേരളത്തിലെ സ്റ്റാമ്പില് ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്റ്റാമ്പില്ല, ഇന്ത്യയിലെ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട മനുഷ്യന് നായകനാണ്. എന്താണ് അദ്വൈതത്തെ പോലെ പൂണൂലണിയിച്ച 1000 ദൈവങ്ങൾ കേൾക്കെ, 1000 മതങ്ങൾ കേൾക്കെ. എൻ്റെ മകളുടെ പേര് അനാമിക. ഞാൻ ന്യൂ അഡ്മിഷനാണ്. എക്സ്പീരിയൻസ് ഒന്നുമില്ല, എല്ലാ ഭാഗങ്ങളും കേൾക്കുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസം നല്ല സാറ്റിസ്ഫൈഡ് ആണ്. മാം നല്ലതുപോലെ കെയർ ചെയ്യുന്നു. ടീച്ചേഴ്സ് ആണെങ്കിലും ലത മിസ് ആണെങ്കിലും ഒക്കെ നല്ലതുപോലെ കെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ മോനെ. അവൻ അതിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കാനും കാര്യം. I am 7 years old. My ambition is become a doctor. അവള് വളരെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എൻ്റെ പേര് വിപിന. ഞാൻ 2 മക്കളാണ് ഇവിടെ പഠിക്കുന്നത്. ഇന്ത്യ ദക്ഷ. എൻ്റെ ഹസ്ബൻഡും കൂടെ വന്നിട്ടുണ്ട്. സതീഷ് ഫ്രണ്ട്സാണ് ഉള്ളത് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ. എൻ്റെ പേര് അഞ്ജു. ഇവിടെ എൻ്റെ ന്യൂ അഡ്മിഷനാണ്. എൻ്റെ മക്കള് അന്നോകരാജ്, ആട്ടോരാജ്. മൂത്ത ആള് 3rd സ്റ്റാൻഡേർഡിൽ, ഇളയാള് പ്രീകേജിലാണ് നമുക്ക് ചേർത്തിരിക്കുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ മുതൽ ഞങ്ങളെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ ടീച്ചറെ മെയിൻറ്റെയിൽ ഏൽപ്പിക്കുന്നത്. ആ ഒരു വിശ്വാസം നിയമം ഞങ്ങൾക്ക് തരണം. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇത്രയും പേരൻസ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളെ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വരുമെന്ന്. താങ്ക് യു. Happy birthday to you. Happy birthday to you. Happy birthday dear Lakshmi. Happy birthday to you.
അപ്പൊ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നേ ചേട്ടാ, ഒന്ന് രണ്ട് വാക്ക് വരും. പോകാനുള്ള ഒരുപാട് ധൃതികളുണ്ട്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ ചക്കയിലൊക്കെ പോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുക എന്ന് പറയുന്നത് അപ്പുറത്ത് പോയിട്ട് ഇതിന്റെ ഒരു സംഭവമൊക്കെ നിങ്ങളൊന്ന് കണ്ട ശേഷം അതിനെയും കൂടെ ഒന്ന് ആശീർവദിച്ച ശേഷം ഇന്ന് നമുക്ക് പിരിയാം. മൂത്താളുടെ പേര് സെബുലോൺ നോബിൾ, രണ്ടാമത്തെ ആളുടെ പേര് നെഫിൻ നോബിൾ. ഞാൻ ഒരു കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഫസ്റ്റ് വന്ന് സ്കൂൾ കണ്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു മാതിരിയാണ്, ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അതിന് വൈക്കിലൊക്കെ ശരിയാവുമോ എന്നൊക്കെ വെച്ചിട്ട് വീണ്ടും വരാതിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങനെ ഒരു വർഷം വരെ ആലോചിച്ചു സ്കൂളിനെ പറ്റി. അപ്പോഴത്തേക്കും സ്കൂളിൻ്റെ ഒരു ബാക്കപ്പ് നല്ലതായിട്ട് തോന്നി. എന്തായാലും രണ്ടുപേരും ന്യൂ അഡ്മിഷനാണ്. ഞങ്ങളുടെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ മോനെ അടുത്ത് 3ാം സ്റ്റാൻഡേർഡ് അവിടെ വന്ന് ചെയ്യുന്ന സംസാരിച്ചപ്പോൾ പറഞ്ഞു 2ാം ക്ലാസ്സിൽ തന്നെ ഒരിക്കൽ കൂടി ഇരുത്താം, അപ്പോഴത്തേക്കും ഒന്ന് സെറ്റപ്പ് ആവും, ഡെവലപ്പ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിന്ന് ഞാൻ ആലോചിച്ചു വീണ്ടും ഒരു വർഷം കൂടി പിള്ളേരെയൊക്കെ കാണുന്ന നേരത്ത് വീണ്ടും 2ലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. പിന്നീട് തോന്നി അല്ല പഠിക്കും, അതിനു വേണ്ടിയാണ് അങ്ങനെ ഒരു രീതി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വളരെ സന്തോഷത്തോടെയാണ് 2 പിള്ളേരെ ഇവിടെ കൊണ്ടുവന്നത്. എന്തായാലും ഒരു പഠിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. പിന്നെ മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഈ സ്കൂള് ഇതുപോലെയല്ല, അടുത്ത വർഷം ഇതിനേക്കാൾ പുരോഗമിക്കും എന്ന് ഒരു ആത്മവിശ്വാസമുണ്ട്. എല്ലാം നല്ലതായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു. 2 കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നു. കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഈ ഒരു റോയൽ ചിൽഡ്രൻസ് അക്കാഡമിയിലേക്ക് കടന്നു വന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രീസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ കോട്ടയത്ത് നിന്ന് ഞങ്ങൾ നെടുമങ്ങാടൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഞങ്ങളെ സംബന്ധിച്ച് പരിചയമില്ലാത്തതായൊരു പ്രദേശം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു. എങ്കിലും ഇവിടെയുള്ള നമ്മുടെ ലതാ മാമാണ് ആദ്യമായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതും ഈ സ്കൂളിൻ്റെതായ ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് പറയുന്നതും. കഴിഞ്ഞൊരു വർഷക്കാലം എൻ്റെ 2 കുഞ്ഞുങ്ങളും വളരെ സന്തോഷത്തോടെ അവരുടെ വിദ്യാഭ്യാസം എൻ്റെ മൂത്ത മകളെ സംബന്ധിച്ച് അവളിവിടെ കടന്നു വന്നപ്പോൾ സത്യത്തിൽ അവൾക്ക് ബേസിക് ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് വളരെ മിടുക്കിയായിട്ട് കാണപ്പെടുന്നതിൽ വളരെ സന്തോഷം. അവൾ ഇപ്പോൾ 4ാം ക്ലാസ്സിലും ഇളയാൾ 1ാം ക്ലാസ്സിലുമാണ്. 2 പേരും പ്രത്യേകിച്ച് ഇപ്പോൾ എന്നെക്കാളും വിശ്വാസം ഇവിടുത്തെ ടീച്ചേഴ്സിനാണ്. കാരണം ഞാൻ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ പറയും വേണ്ട അമ്മ പഠിപ്പിക്കണ്ട, അവരെന്നെ പഠിപ്പിച്ചോളും, അവർ നന്നായിട്ട് എന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല എനിക്ക് വീട്ടിൽ വന്നിട്ടൊരു ഹോംവർക്ക് അവരെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്യിക്കേണ്ട കാര്യമില്ല. അവർ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തന്നെ അവർ മൂത്തയാൾ തന്നെ ഇളയ മോളോട് പറയും ചെയ്യണമെന്ന് പറഞ്ഞ് അവർ 2 പേരും നിർബന്ധമായിട്ടും അതൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഈ സ്കൂൾ ഇനിയും ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു കൊടുക്കാൻ സ്നേഹമുള്ള ടീച്ചേഴ്സിനെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്ത് നിരന്നുകൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 2 വയസ്സായിട്ടേ ഉള്ളൂ. എൻ്റെ വീട്ടിലെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അമ്മയ്ക്ക്. അപ്പോൾ മോളെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ് നിർത്തുന്നത്. അവിടെ കസിൻ്റെ മാരേജ് കഴിഞ്ഞു. അപ്പോൾ അവിടെയും നോക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കാരണം മോളെ ഇങ്ങോട്ടൊന്ന് ചേർത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതാണ് അവനെ കോണ്ടാക്ട് ചെയ്തത്. നല്ല രീതിയിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എല്ലാവരും ആശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഹിന്ദി ടീച്ചറും മലയാള ടീച്ചറുമായിട്ടാണ് ഞാനിവിടെ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂളിൽ ഇവിടെ പ്രവേശിക്കുന്നത്. നിങ്ങളുടെയൊക്കെ സന്തോഷം കണ്ടപ്പോൾ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ വലിയ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം വന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴത്തേ അതിലേറെ സന്തോഷം. കാരണം പൂക്കൾ പോലെയാണ് അവർ. പൂക്കൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ, അവരുടെ കുട്ടികൾ ഇതിനകത്തുണ്ട്. അപ്പൊ അത് അരവിന്ദ് ശാസ്ത്രിയും കഴിഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി പറയുകയും അപ്പോഴേ ഇവര് വന്നു. കലാമിന്റെ അച്ഛൻ എന്ന് പറയുന്നത് രാമേശ്വരം. വായു നമ്മുടേതല്ല, വെള്ളം നമ്മുടേതല്ല, കാത്തിടേണം സംരക്ഷിക്കണമെന്നും നാം അതിനെ. ഭൂമി നമ്മുടേതല്ല, വായു നമ്മുടേതല്ല, വെള്ളം നമ്മുടേതല്ല, കാത്തിടേണം സംരക്ഷിക്കണമെന്നും നാം അതിനെ. കാത്തിടേണം സംരക്ഷിക്കണമെന്നും നാം അതിനെ. അന്നാരക്കണ്ണ പൊന്നാരക്കുട്ട ഇന്നു നീ എങ്ങോട്ടാ? വാഴപ്പഴക്കൂട്ടിൽ തേനുണ്ണുവാനായി പോകുന്ന പോകാണോ? നീ പോകുന്ന പോകാ
മുത്തച്ഛൻ കൈകൊണ്ട് തൊട്ടു തലോടിയ ഭസ്മക്കുറിയാണോ നീ മുത്തച്ഛൻ കൈകൊണ്ട് തൊട്ടു തലോടിയ ഭസ്മക്കുറിയാണോ ഒരു തടിച്ചി തച്ചത്തി തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചി. ഗുഡ് ആഫ്റ്റർനൂൺ പാരന്റ്സ്. അപ്പൊ ഇന്നത്തെ വേദിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും എൻ്റെ കുട്ടികളെ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ സ്കൂളിൽ തന്നതുകൊണ്ട് ആ കുട്ടികളുടെ ഓരോരോ വളർച്ചയും ഡെയിലി നിങ്ങൾ നോക്കുക. എന്തൊക്കെയെങ്കിലും മാറ്റമുണ്ടോ, എന്താണ് ഏതാണ് എന്നുള്ളത് എല്ലാവരും നോക്കുക. ഓക്കെ. അപ്പൊ ഇന്നത്തെ വേദിയിൽ വന്ന എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നതാണ്. 1 മിനിറ്റ് എല്ലാ കുട്ടികളും സമാധാനമായിട്ട് ഇരുന്നാണ്. എല്ലാ കുട്ടികളും സീറ്റിൽ ഇരുന്നാണ്. സിറ്റ് ഡൗൺ ഓൾ ഓഫ് യു. നൈമിക, ലക്ഷ്മി, nobody should open your mouth. സോ എൻ്റെ കുട്ടികൾ ഞങ്ങൾ പറഞ്ഞ എല്ലാം കേൾക്കും. നിങ്ങൾ അമ്മമാർ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ബഹളം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കരുത്. ഞാൻ വഴക്കൊന്നും പറയൂല കേട്ടോ. അപ്പൊ എനിക്കൊരു 4 വരി ഞാൻ ഒരു പാട്ട് പാടാമേ. അത് മലയാളവും ഇല്ല തമിഴേ ഇല്ലാതായിരിക്കും. അത് ആരും തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ തമിഴാണ് കേട്ടോ. ഓക്കെ, പാടട്ടോ. ഞാൻ ആനപ്പുറത്തേറിയത് കണ്ടവരുണ്ടോ, കണ്ടവരുണ്ടോ? ഞാൻ ബെഞ്ചാമരെ വീശിയത് കണ്ടവരുണ്ടോ, കണ്ടവരുണ്ടോ? ഞാൻ ആനവട്ടം ഉയർത്തി പിടിച്ചത് കണ്ടവരുണ്ടോ, കണ്ടവരുണ്ടോ? ഞാൻ മൂക്കും കുത്തി വീണത് കണ്ടവരുണ്ടോ, കണ്ടവരുണ്ടോ? ഇന്നത്തെ ഇതാണ് എല്ലാം വീണ്ടുമ്പോൾ എന്റെ പിള്ളേർ കണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമാണ്. ഇന്നത്തെ വേദിയിലേക്ക് വന്ന എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിയിട്ട് എന്ന് ചോദിച്ചിരിക്കുന്നു. ഇത് ഷർമിള ടീച്ചറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ജുനൈദ എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷനും പങ്കെടുത്തിട്ട് ടീച്ചർ വളരെ ഹാപ്പി ആയിരുന്നു ഫ്രണ്ട് വന്നതിൽ. അപ്പോൾ അവർ ഒരുമിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കുറേ എടുത്തു. അടുത്ത് പുതിയ ബിൽഡിങ്ങിലേക്കാണ് പോയത്. അപ്പോൾ ടീച്ചറിൻ്റെ ഇപ്പോഴത്തെ സ്കൂളിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ പുതിയ ബിൽഡിങ്ങും. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ തന്നെ പഠിക്കുന്ന ഏറ്റവും ചെറിയ കുട്ടിയെ കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിരുന്നു ഉദ്ഘാടനത്തിന്. അപ്പോൾ ഇപ്പോഴുള്ള സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പുതിയ ബിൽഡിങ്ങിലേക്ക് വന്നു.
പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന ദ റോയൽ ചിൽഡ്രൻസ് അക്കാഡമിയിലെ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ശർമ്മള ടീച്ചർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.